ഹായ് ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ അടുത്ത ട്രിപ്പ് അപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. വയനാട്ടിലേക്കാണ് നമ്മളപ്പോൾ വന്നിരിക്കുന്നത്. ഇന്നലെ ഞങ്ങൾ നൈറ്റാണ് കയറിയത്. നേരെ നമ്മൾ ഇടയ്ക്കൽ ഗുഹയിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ശരത്, മീഡിയ ആൾക്കാരുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോലി തിരക്കുകളെല്ലാം മാറ്റിവെച്ച് ഒരു വെള്ളിയാഴ്ച വൈകുന്നേരം യാത്ര തുടങ്ങിയാണ്. അതും ഒരു ഐഡിയ ഇല്ലാതെ വയനാട്ടിലേക്ക്. രാത്രി നീളെ ഉള്ള ഡ്രൈവിങ്ങിൽ എല്ലാവരുടെയും മുഖത്ത് ആ ക്ഷീണം കാണാം. ഇപ്പോൾ കോവിഡിൻ്റെ ഒരു കാരണത്താലാണ് നമ്മുടെ ഇവിടെ QR കോഡ് വെച്ചിട്ടുണ്ട്. അത് സ്കാൻ ചെയ്തതിന് ശേഷം മാത്രമാണ് അകത്തേക്ക്. അതിൽ സ്കാൻ ചെയ്ത് നമ്മൾ പേരും കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്തതിന് ശേഷമാണ് എൻട്രി അനുവദിക്കുകയുള്ളൂ. അത് വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് ഏതായാലും പോയിന്റിലേക്ക് 1 കിലോമീറ്ററോളം നടക്കാണ്ട് കേട്ടോ. നടന്നുകൊണ്ടിരിക്കുകയാണ്. 1 കിലോമീറ്റർ അല്ല, അതിന് പോയിന്റ് അതും കഴിഞ്ഞു. അപ്പോൾ ഫ്രണ്ട്സ്, ടാസ്ക് എന്തോരം ഉണ്ടെന്ന് നമുക്ക് കണ്ടറിയാം. എന്താ ദിവസം ഞാനിവിടെ നിന്ന് വലിക്കണ കട്ടില്ലടാ. എൻ്റെ 3ാമത്തെ ട്രിപ്പാണിത്. പക്ഷെ ഇപ്പം ഇത്രയും ക്ഷീണം തോന്നുന്നുണ്ട്, കാരണം കൊലപ്പണിയാണ് ഇപ്പം. നിങ്ങൾ എന്നെ ചതിച്ചതാ. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാന്ന് പറഞ്ഞു. എന്നെ ഇവന്മാര് ചതിച്ചതാ. ഇവരെന്നിൽ നിന്നും മറച്ചു വെച്ചതാ. ഒരു കുഞ്ഞു കുരങ്ങൻ കടിക്കുമോ എന്താണെന്ന് അറിഞ്ഞൂടാ. കുറെ കുരങ്ങന്മാരുണ്ട് കേട്ടോ ഇവിടെ. ഈ ഒരു ട്രിപ്പ് കംപ്ലീറ്റ് ഫണ്ണായിരിക്കും. ഞങ്ങൾ ജസ്റ്റ് എല്ലാവരും കൂടി ഒന്ന് റിലാക്സ് ആവാനായിട്ട് വന്നതാണ്. This is a great father of monkey. നമ്മളിപ്പോൾ 12D വിഷ്വലൈസിങ് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് കയറുകയാണ്. കോപ്പറേറ്റ് കിട്ടുമെന്ന് പറയണം. പാട്ടൊക്കെ വരുന്നുണ്ട്. ചേട്ടൻ ഭയങ്കര വലിയ ഡിസ്കൗണ്ടിലേക്കാണ് നമുക്ക് തന്നത്. നമ്മൾ ഷോ കാണാനായിട്ട് കയറുകയാണ് എല്ലാവരും. ദിവസം അപ്പണേ അങ്ങനെ കുറേ നാളിന് ശേഷം നമ്മൾ തിയേറ്ററിൽ ഇരിക്കാണല്ലേ. കൊറോണ വന്നുകൊണ്ട് നമ്മൾ ശരിക്കും മിസ് ചെയ്തൊരു സംഭവമാണ്. സിനിമ ഇടാൻ പറ്റുമോ? സീറ്റ് മൊത്തത്തിൽ ഷെയ്ക്കാവും. ഇതിന്റെ മുകളിൽ നല്ലോണം മുട്ടി പിടിച്ചിരിക്കണം. സീറ്റിന്റെ ബാക്കിൽ ചവിട്ടുന്ന പോലത്തെ എഫക്ട് ഉണ്ടാവും. ആ സീറ്റിന്റെ എഫക്ട് തന്നെയാണ് കേട്ടോ. ഈ സൈഡിലേക്ക് കാണിച്ച് നോക്കിയത് സ്റ്റെപ്പ് അങ്ങോട്ട് പോകുന്നത്. വിഷ്വൽ എക്സ്പീരിയൻസിങ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോവുകയാണ്. ഏതായാലും ഒരു റെസ്റ്റായി. എങ്ങനെയുണ്ടായിരുന്നു? തലയിൽ വെള്ളം കോരി കുറച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഗൈസ് തീർച്ചയായിട്ടും വരുന്നവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കിടുവാണ്. നടന്നൊരു ആവശ്യതയാവില്ല. നമ്മുടെ ദിവസം അപ്പോൾ ഉന്നം പരീക്ഷിക്കാട്ടോ. ബലൂൺ കാണണല്ലോ. തകർക്കുമെന്ന് വാശിയോട് നടന്നിട്ട് കയറുന്നില്ലെന്ന് തോന്നുന്നു. എത്തണില്ല കേട്ടോ. പണ്ടത്തെ സ്റ്റാമിന ഒന്നും കിട്ടണില്ല. സെൽഫി എടുത്താലോ? ഒരാള് സൈലന്റ് വേണ്ടത്. അതിന്റെ ചെവിക്ക് എന്താ പറ്റിയിട്ടുണ്ട് കേട്ടോ. നാളേതായാലും സഹകരിക്കുന്നുണ്ട് വീഡിയോ എടുക്കാനായിട്ട്. ആക്ച്വലി ശരിക്കും എൻട്രൻസ് ഇപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യണേ. ഇവിടെ നിന്നാണ് പാസും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് തോന്നുന്നു. പോയി നോക്കാം. ഒത്തിരി ആൾക്കാർ വെയിറ്റിംഗ് ഉണ്ട്.
ഉണ്ണിയേട്ടൻ ഫസ്റ്റ്. അടിപൊളി കേട്ടോ. കയറി നമുക്ക് തന്നെ നല്ല തണുപ്പാണ്. ഗൈസ്, ആ കാണുന്നൊരു ഉറവ കേട്ടോ, നാച്ചുറൽ ഉറവയാണ്. അത് കിണർ കെട്ടി സംരക്ഷിക്കുന്നു. ഇതൊരുമാതിരി നമ്മളെ ആള് ഭയങ്കര ക്ഷീണിച്ചു കേട്ടോ. അവിടെ നിന്ന് കയറി വന്നോണ്ടോ പറ്റാണ്ടായി പുള്ളിക്ക്. ആൾക്ക് നല്ലൊരു പണിയായിപ്പോയി ഞാൻ വെച്ചു കൊടുത്തത്. നല്ലൊരു വ്യൂ പോയിന്റ് കേട്ടോ നാട്ടില് വരും താഴത്തേക്ക് കഴിഞ്ഞാൽ. നമ്മുടെ അവസാനം കയറി ഇടയിൽ അവസാനം തകറായി, തകർന്നു പോയി. അയ്യോ, ഒരുത്തൻ അതിൻ്റെ ഇടയിൽ കൂടെ കയറിയുണ്ട്. ഇവിടെ നിന്ന് നല്ല വ്യൂ ആണ് കാര്യം. ഞാനിപ്പോൾ ഇത്ര മേളിലേക്ക് ഇറങ്ങാൻ വയ്യ. നമ്മളോട് വന്നപ്പോൾ ഇവിടുത്തെ ഗൈഡല്ലേ ചേട്ടാ, ആ ഗൈഡായ ചേട്ടനെ കിട്ടി. ചേട്ടൻ്റെ പേരൊന്ന് പരിചയപ്പെടുത്തിക്കോളൂ. നാഷ്. അതൊന്ന് നമ്മുടെ പ്രഷറെ കാണിക്കാനായിട്ടൊന്ന് ഫേസ് ഇത്. ഓക്കെ ചേട്ടാ, നമ്മുടെ എടക്കൽ ഗുഹയുടെ ഒരു ഹിസ്റ്ററി ഒന്ന് നമുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം നവീന ശിലായുഗകാലത്ത് മനുഷ്യർ താമസിച്ച സ്ഥലമാണ്. BC 4000-നും 2000-നും ഇടയിൽ നവീന ശിലായുഗ ആൾക്കാർ വന്ന് താമസിച്ച് വരച്ചുണ്ടാക്കിയ ചിത്രങ്ങളാണ് ഗുഹയുടെ പ്രത്യേകത. അപ്പോൾ ഈ എടക്കൽ എന്ന് പേര് വരാനുള്ള കാരണം 2 കല്ലിൻ്റെ ഇടയ്ക്ക് ഒരു കല്ല്, അതാണ് ഇടയിലെ കല്ല് എടക്കൽ എന്ന് പേര്. അതിൻ്റെ ഉള്ളിൽ ചിലവും മനസ്സിലാക്കണം. ഇത് ഉണ്ടായത് ഒരു 30,000 വർഷം മുമ്പ് ഒരു എർത്തക്വിൽ ഫോം ചെയ്തതാണ്. അതിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞ പോലെ BC 4000 2000 ബിറ്റ്വീനിൽ ആൾക്കാർ താമസിച്ച സ്ഥലം. അപ്പോൾ ഒരു വരച്ചുണ്ടാക്കിയ ചിത്രങ്ങൾ, ഒരുപാട് ചിത്രങ്ങളുണ്ട്. അതിന് ശേഷം സ്ക്രിപ്റ്റുകളുണ്ട്. അത് 6000 വർഷത്തെ പഴക്കമാണ്. ഇത് കണ്ടെത്തിയത് 1894 അതായത് ബ്രിട്ടീഷ് മലബാർ പോലീസ് സൂപ്രണ്ടായ ഫെഡറിക് ഫോസറ്റാണ് ഈ ഗുഹ കണ്ടെത്തിയത്. അപ്പോൾ നമ്മൾ നിൽക്കുന്ന ഏകദേശം ഒരു 4000 ഫീറ്റാണ് ഇപ്പോൾ സീ ലെവൽ. നമ്മൾ ആ ഒരു സെക്ഷൻ ഏതാണ് വയനാടിൻ്റെ? ഇതെല്ലാം നമ്മൾ വയനാടിൻ്റെ അമ്പലവേൽ എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ ടൗണും അതിൻ്റെ ഏരിയയാണ്. അതിൻ്റെ ബാക്കിൽ കാണുന്ന മല എന്ന് പറയുന്നത് ചെമ്പ്രാമലയാണ്. ചെമ്പ്രാമല വയനാട് ഏറ്റവും ഫേമസ് ആയ ട്രക്കിംഗ് പോയിന്റാണ്. അപ്പോൾ അതിലേക്ക് ഇപ്പോൾ പ്രവേശനമില്ല. എങ്ങനെ കോവിഡിന്റെ ഈ ഒരു സാഹചര്യത്തിൽ ഇവിടുത്തെ ടൂറിസം മേഖല ഇപ്പൊ കാണുമ്പോൾ അറിയാം പഴയകാലം മെച്ചപ്പെട്ട് കൊണ്ടുവരും. അതിങ്ങനെ മെച്ചപ്പെട്ട് വരുന്നതേ ഉള്ളൂ. ടൂറിസം മേഖലയൊക്കെ ഇപ്പോൾ കുറച്ച് തകർച്ചയിലായിരുന്നു, പക്ഷേ ഇപ്പോൾ കുറച്ച് ഉണ്ടവിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ മലയ്ക്ക് മൊത്തം പറയുന്നത് അമ്പകുത്തി മല എന്നാണ്. അമ്പകുത്തി മലയിലാണ് എടക്കൽ ഗുഹയുള്ളത്. അതാണ് ബേസിക് ആയിട്ടുള്ള വശം. ഓക്കെ, അപ്പോൾ എടക്കൽ ഗുഹയുടെ നമ്മുടെ ഒരു ബ്രീഫ് തന്ന ചേട്ടൻ്റെ പേര് നാഷ്. കോവിഡ് സമയത്ത് ഷൈക്കാൻ കൊടുക്കാൻ പാടില്ല, സാനിറ്റൈസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി വിവരിച്ച് തന്നു ഷൈക്കാണ്ട്. താങ്ക്സ്. അങ്ങനെ നമ്മൾ ഭയങ്കര വലിയ പ്രയത്നത്തിൻ്റെ ഒടുവിൽ കയറിക്കഴിഞ്ഞു. ഇനിയാണ് ഗുഹ നേരത്തെ ചേട്ടൻ പറഞ്ഞ ശിലകളും കാര്യങ്ങളൊക്കെ ഉള്ളത് കാണാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ശരിക്കും ഒന്ന് ശ്വാസം എടുക്കാനായിട്ട് നിൽക്കുക കേട്ടോ. തമാശ പറയുന്നതല്ല, എന്നെപ്പോലൊക്കെ ഒരാൾ ഇതിൽ കയറാമെന്ന് വെച്ചാൽ ഭയങ്കര സംഭവമാണ് ശ്വാസം കിട്ടാനായിട്ട്. അത് വണ്ണമുള്ള ബ്രോസിന് മനസ്സിലാവുന്നത്. ഏതായാലും ഇതിൻ്റെ മേളിൽ കയറി കഴിഞ്ഞപ്പോൾ അടിപൊളി സെറ്റപ്പ് വ്യൂ ആണ് നിങ്ങളിത് കാണുന്നില്ലേ.
ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇടയ്ക്ക ഗുഹയുടെ ഉള്ളൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ചിറങ്ങാൻ നല്ല ഇതേപോലെ സ്റ്റെപ്പ് ഉണ്ടോ ഈ കാണുന്നത് കേട്ടോ. ഇനി പോകുന്ന പോക്കിൽ ഞാൻ ഒന്നും പറയുന്നില്ല, താഴെ ചെന്ന് നമുക്ക് കാണാം. കാലിൽ മസലൊക്കെ കയറിയിട്ടുണ്ട്, ഇത്തിരി പണി കിട്ടും. ഇടയ്ക്കൽ ഗുഹയുടെ വീഡിയോ കണ്ട് നിങ്ങൾ ഇത്ര എത്തിയല്ലോ. ഇതിപ്പോൾ വെക്കുന്നത് പിറ്റേ ദിവസത്തെ ആണ് ഞാൻ ഈ ഷൂട്ട് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് ടയർഡായി. നിങ്ങളാ കയറിയപ്പോൾ തന്നെ ഉള്ളത് അറിയാം, അത്രയധികം ടയർഡായിരുന്നു. തലേദിവസം ഡ്രൈവും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഉള്ളത്. വയനാട് വരാൻ നേരത്ത് ശരിക്കും ഒരു പക്ക പ്ലാനില്ലെങ്കിൽ ഒരു കാര്യങ്ങളും നടക്കില്ല. ഓരോ സ്ഥലത്തുനിന്നും ഓരോ സ്ഥലത്തേക്ക് ഒത്തിരി ഡിസ്റ്റൻസ് ഉണ്ട്. വഴിയിൽ പ്രത്യേകിച്ച് കാണിക്കാനോ കാര്യങ്ങളോ ഒന്നും തന്നെ കണ്ടില്ല. മൂന്നാർ പോലെ ഞാൻ പറഞ്ഞില്ല, ഫസ്റ്റ് ടൈമാണ് വയനാട്. പക്ഷെ മൂന്നാറിനെപ്പോലെ ഒരു എക്സ്പെക്റ്റേഷൻ ആയിരുന്നു. അതേപോലെ തേയിലത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ. തേയിലത്തോട്ടങ്ങളുണ്ട്, പക്ഷെ അങ്ങനെയല്ല. ക്ലൈമറ്റ് നല്ല അടിപൊളിയാണ്, നല്ല തണുപ്പാണ്. ഞങ്ങൾ ഇന്നലെ സ്റ്റേ ചെയ്ത സ്ഥലമാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അടുത്ത വീഡിയോ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കുറുവാദ്വീപിൻ്റെ അടുത്ത് കുറുവ ഗേറ്റ് റെസിഡൻസി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്തത്. ഒരു ബഡ്ജറ്റ് സ്റ്റേ ആയിരുന്നു കേട്ടോ. ഈ ട്രിപ്പ് ഏതായാലും ചിലവ് കുറച്ച് എങ്ങനെ പോകാമെന്നുള്ളൊരു രീതിക്കായിരുന്നു. ഞങ്ങളൊരു 4 പേര് കൂടിയിട്ട് പോകുന്നൊരു ട്രിപ്പ് ആയതുകൊണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് വയനാട്. എത്രത്തോളം ഇനിയിപ്പോൾ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞുകൂടാ. കുറച്ച് സ്ഥലങ്ങൾ ഇന്ന് കവർ ചെയ്യുന്നുണ്ട്. പ്രശ്നം ഇതാണ്, ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് ഒത്തിരി ദൂരമുണ്ട്. നമ്മൾ എങ്ങനെ എന്നാലും ഓടിയെത്തില്ല, ഭയങ്കര ടയർഡായിപ്പോൾ. ഇന്നലെ ആക്ച്വലി അവിടെ പോയതിന് ശേഷം ഞാൻ വേറെ ഷൂട്ട് ചെയ്യാനോ കാര്യമൊന്നുമില്ല. അത്രയധികം ടയർഡായിരുന്നു. എല്ലാവരും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ഈ വീഡിയോ എൻഡ് ചെയ്യുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, അടുത്ത കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ